Second type, formation of partial differential equation by elimination of arbitrary functions. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിച്ചാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ആണ്. അതുപോലെ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും എലിമിനേഷൻ ഓഫ് ആർബിട്രറി ഫങ്ഷൻസ്. ഒരു ആർബിട്രറി ഫംഗ്ഷൻ ആണെങ്കിൽ എലിമിനേഷൻ എന്തായിരിക്കും? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഇപ്പോൾ ഒന്നിലധികം ആർബിട്രറി ഫംഗ്ഷൻ ആണെങ്കിൽ എലിമിനേഷൻ എന്തായിരിക്കും? സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡേഴ്സ് ആയിരിക്കും. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ നിങ്ങൾക്കറിയാം, പിയും ക്യൂ ആണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സും ഉണ്ട്, ഡോ ഇസഡ് ബൈ ഡോ വൈ ഉണ്ട്. അതുപോലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡേഴ്സ് ആണെങ്കിലോ ആർ എസ് ടി ആണ്. ഇപ്പോൾ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഉണ്ട്, അതുപോലെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഉണ്ട്. അതുപോലെ ടി എന്ന് പറയുന്നത് എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലത്തിലോട്ട് വരാം. ഫസ്റ്റ് പ്രോബ്ലം, ഫോം ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദി ആർബിട്രറി ഫംഗ്ഷൻ ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസഡ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ബൈ ഇസഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒറ്റ ആർബിട്രറി ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ എലിമിനേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അപ്പോൾ സ്മോൾ പി കണ്ടുപിടിക്കണം, സ്മോൾ ക്യൂ വേണം. അപ്പോൾ സ്മോൾ പി എന്ന് പറയുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ്. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് കോഷ്യൻ്റ് റൂളാണ്. കോഷ്യൻ്റ് റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇസഡ് വൈ മൈനസ് എക്സ് വൈ പി ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ. സ്മോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ. എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ടാണ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇസഡ് എക്സ് മൈനസ് എക്സ് വൈ ക്യൂ ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ. ഇനി നമുക്ക് ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ പി ബൈ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് വൈ മൈനസ് എക്സ് വൈ പി ഡിവൈഡഡ് ബൈ ഇസഡ് എക്സ് മൈനസ് എക്സ് വൈ ക്യൂ. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പി ഇസഡ് എക്സ് മൈനസ് എക്സ് വൈ പി ക്യൂ മൈനസ് ക്യൂ ഇസഡ് വൈ പ്ലസ് എക്സ് വൈ പി ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ പി ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇസഡ് വൈ. ഇവിടെ നിന്ന് ഇസഡ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. പി എക്സ് ഈക്വൽ ടു ക്യൂ വൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസഡ് ഈക്വൽ ടു വൈ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ്. ഇവിടെ അതുപോലെ ഒറ്റ ആർബിട്രറി ഫംഗ്ഷനേ ഉള്ളൂ, പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ സ്മോൾ പി ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇപ്പോൾ വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ സീക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ്. ഇനി സ്മോൾ ക്യൂ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ഇപ്പോൾ വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ്. ഇനി നമ്മൾ എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് അത് എലിമിനേറ്റ് ചെയ്ത് കളയണം. എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സും കാണാൻ പാടില്ല, എഫ് ഓഫ് വൈ ബൈ എക്സും കാണാൻ പാടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗിവൺ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്കറിയാം എഫ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുന്നത് ഇസഡ് ബൈ വൈ ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് നമുക്ക് കിട്ടും ആ പിയിൽ നിന്ന്, ആ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അതെന്താണ്? മൈനസ് എക്സ് സ്ക്വയർ പി ബൈ വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് ക്യൂലൊന്ന് കൊടുത്തിരുന്നാൽ മതി, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. ഇപ്പോൾ ക്യൂ ഈക്വൽ ടു വൈ ഇൻറ്റു മൈനസ് പി എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ഇസഡ് ബൈ വൈ. ഇപ്പോൾ ക്യൂ ഈക്വൽ ടു മൈനസ് പി എക്സ് ബൈ വൈ പ്ലസ് ഇസഡ് ബൈ വൈ. ഇപ്പോൾ ക്യൂ വൈ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് പ്ലസ് ഇസഡ്. ഇപ്പോൾ ക്യൂ വൈ പ്ലസ് പി എക്സ് മൈനസ് ഇസഡ് ഈക്വൽ ടു 0. ഇനി തേർഡ് വൺ, ഇസഡ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 2 ഫംഗ്ഷൻ ഓഫ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് വൈ. ഇവിടെ അതുപോലെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. സ്മോൾ പി ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് വൈ ഇൻറ്റു മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. സ്മോൾ ക്യൂ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 2y പ്ലസ് 2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് വൈ ഇൻറ്റു 1 ബൈ വൈ. ഇപ്പോൾ ക്യൂ ഈക്വൽ ടു 2y എഫ് ഡാഷ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് വൈ, അത് സ്മോൾ പി എന്ന് കിട്ടും. മൈനസ് പി എച്ച് സ്ക്വയർ ബൈ വൈ ആണ്. പി എച്ച് സ്ക്വയർ ബൈ വൈ. 2y minus ph square by y. So qy is equal to 2y square minus ph square.
Fourth one, is it equal to function of 2x plus y plus g of 3x minus y. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർ ഹയർ ഓർഡേഴ്സ് ആണ്. ഇപ്പോൾ സ്മോൾ പി വേണം, സ്മോൾ ക്യൂ വേണം, സ്മോൾ ആർ വേണം, എസ് വേണം, ടി വേണം. ഇപ്പോൾ സ്മോൾ പി എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് 2x പ്ലസ് വൈ ഇൻറ്റു 2 പ്ലസ് ജി ഡാഷ് ഓഫ് 3x മൈനസ് വൈ ഇൻറ്റു 3. ഇനി സ്മോൾ ക്യൂ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ എഫ് ഡാഷ് ഓഫ് 2x പ്ലസ് വൈ മൈനസ് ജി ഡാഷ് ഓഫ് 3x മൈനസ് വൈ. ഇനി സ്മോൾ ആർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എച്ച് സ്ക്വയർ സീക്കൽ ടു 4 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈ പ്ലസ് 9 ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് വൈ. And S is equal to dou square Z by dou x dou y. But dou by dou x of dou Z by dou y is equal to 2 into f double dash of 2x plus y minus 3g double dash of 3x minus y. Small t equal to dou square Z by dou y square is equal to f double dash of 2x plus y plus g double dash of 3x minus y. ഇപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എഫ് ഡബിൾ ഡാഷും ജി ഡബിൾ ഡാഷും ആണ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത്. 4, 5 ഇക്വേഷൻ 4, ഇക്വേഷൻ 5, ഇക്വേഷൻ 6 ഇതുപയോഗിച്ചാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത്. നമുക്ക് ഹയർ ഓർഡേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻ്റ് ഒരു എളുപ്പമുള്ള ഒരു ഫോർമുലയുണ്ട്. ഡിറ്റർമിനൻറ്റ് ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ആർ എസ് ടി എഴുതുക. എന്നിട്ട് ആറിൻ്റെ കൊയഫിഷ്യൻ്റ് നോക്കുക. 4ൽ 4, 9 എഫ് ഡബിൾ ഡാഷിൻ്റെയും ജി ഡബിൾ ഡാഷിൻ്റെയും. അതുപോലെ ഇക്വേഷൻ 5ൽ എഫ് ഡബിൾ ഡാഷിൻ്റെ കൊയഫിഷ്യൻ്റ് 2 ആണ്, ജി ഡബിൾ ഡാഷിൻ്റെ ആണെങ്കിൽ -3 ആണ്. അതുപോലെ ഇക്വേഷൻ 6ൽ എഫ് ഡബിൾ ഡാഷിൻ്റെ ആണെങ്കിൽ 1 ആണ്, ജി ഡബിൾ ഡാഷിൻ്റെ ആണെങ്കിൽ 1 ആണ് ആണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്ത പോലെയാണ്. ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ 4 ഇൻറ്റു -3t മൈനസ് എസ് മൈനസ് 9 ഇൻറ്റു 2t മൈനസ് എസ് പ്ലസ് ആർ ഇൻറ്റു 2 + 3 = 0 മൈനസ് 12t മൈനസ് 4s മൈനസ് 18t പ്ലസ് 9s പ്ലസ് 2r പ്ലസ് 3r = 0. ഇപ്പോൾ മൈനസ് 30t പ്ലസ് 5s പ്ലസ് 5r = 0 minus 60 plus s plus r = 0. That is s plus r = 60. Next one, is it equal to function of 5 plus 3x plus g of 5 minus 2x. ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക. ഗിവൺ ക്വസ്റ്റ്യനെ ഇവിടെ രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ പി കണ്ടുപിടിക്കണം. ക്യൂ വേണം, ആർ വേണം, എസ് വേണം, ടി വേണം. ഇപ്പോൾ സ്മോൾ പി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് 5 + 3x ഇൻറ്റു 3 പ്ലസ് ജി ഡാഷ് ഓഫ് 5 - 2x ഇൻറ്റു -2. ഇനി സ്മോൾ ക്യൂ എന്താണ്? എഫ് ഡാഷ് ഓഫ് 5 + 3x പ്ലസ് ജി ഡാഷ് ഓഫ് 5 - 2x. സ്മോൾ ആർ 9 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 5 + 3x പ്ലസ് 4 ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് 5 - 2x. ഇനി എസ് എന്തായിരിക്കും? 3 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 5 + 3x മൈനസ് 2g ഡബിൾ ഡാഷ് ഓഫ് 5 - 2x. സ്മോൾ ടി എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് 5 + 3x പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് 5 - 2x. ഇവിടെ അതുപോലെ എഫ് ഡബിൾ ഡാഷും ജി ഡബിൾ ഡാഷും എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇക്വേഷൻ 4, ഇക്വേഷൻ 5, ഇക്വേഷൻ 6 ഉപയോഗിച്ച് ഡിറ്റർമിനൻറ്റ് റൂൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ആർ എസ് ടി റൈറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് നോക്കണം എഫ് ഡബിൾ ഡാഷിൻ്റെ കൊയഫിഷ്യൻറ്റും ജി ഡബിൾ ഡാഷിൻ്റെ കൊയഫിഷ്യൻറ്റും. ഇക്വേഷൻ 4 നോക്കുകയാണെങ്കിൽ 9ഉം 4ഉം ആണ്. ഇക്വേഷൻ 5 ആണെങ്കിലോ 3ഉം -2 ആണ്. അതുപോലെ ഇക്വേഷൻ 6 ആണെങ്കിലോ 1, 1 ആണ്. ഈ ഡിറ്റർമിനൻ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യണം. 9 ഇൻറ്റു -2t മൈനസ് എസ് മൈനസ് 4 ഇൻറ്റു 3t മൈനസ് എസ് പ്ലസ് ആർ ഇൻറ്റു 3 + 2 = 0. അപ്പോൾ -18t മൈനസ് 9s മൈനസ് 12t പ്ലസ് 4s പ്ലസ് 3r പ്ലസ് 2r = 0. അപ്പോൾ -30t മൈനസ് 5s പ്ലസ് 5r = 0 മൈനസ് 60 മൈനസ് s പ്ലസ് r = 0. That is r = s plus 60. Next one, is it equal to function of y plus e raised to x into g of y. ഇവിടെയും രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പി ക്യു ആർ എസ് ടി ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ സ്മോൾ പി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. ഇനി സ്മോൾ ക്യൂ എന്താണ്? എഫ് ഡാഷ് വൈ പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഡാഷ് വൈ.
ഇനി സ്മോൾ ആർ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. എസ് എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഡാഷ് വൈ. ഇനി സ്മോൾ ടി എഫ് ഡബിൾ ഡാഷ് വൈ പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഡബിൾ ഡാഷ് വൈ. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ ഈ സ്മോൾ പിയും ആറും ഈക്വൽ ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഹയർ ഓർഡേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് വൺ ആണ് എക്സ് വൈ ഇസെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ആണ്. ഇവിടെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ സ്മോൾ പിയും സ്മോൾ ക്യൂവും കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് വൈ പി പ്ലസ് വൈ ഇസെഡ് സീക്വൽ ടു 5 ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് പി. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ടാണ് എക്സ് വൈ ക്യൂ പ്ലസ് എക്സ് ഇസെഡ് സീക്വൽ ടു 5 ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ. എന്നിട്ട് രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 ഡാഷ് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് പോവും. ഇപ്പോൾ എക്സ് വൈ പി പ്ലസ് വൈ ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ ക്യൂ പ്ലസ് എക്സ് ഇസെഡ് സീക്വൽ ടു 1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ക്യൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എക്സ് വൈ പി പ്ലസ് വൈ ഇസെഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ ഈക്വൽ ടു എക്സ് വൈ ക്യൂ പ്ലസ് എക്സ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് പി. എക്സ് വൈ പി പ്ലസ് വൈ ഇസെഡ് പ്ലസ് എക്സ് വൈ പി ക്യൂ പ്ലസ് വൈ ഇസെഡ് ക്യൂ മൈനസ് എക്സ് വൈ ക്യൂ മൈനസ് എക്സ് ഇസെഡ് മൈനസ് എക്സ് വൈ പി ക്യൂ മൈനസ് എക്സ് ഇസെഡ് പി ഈക്വൽ ടു 0. എക്സ് വൈ പി പ്ലസ് വൈ ഇസെഡ് പ്ലസ് വൈ ഇസെഡ് ക്യൂ മൈനസ് എക്സ് വൈ ക്യൂ മൈനസ് എക്സ് ഇസെഡ് മൈനസ് എക്സ് ഇസെഡ് പി ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ ഇസെഡ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവിടെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. സ്മോൾ പി സ്മോൾ ക്യൂവും കണ്ടുപിടിക്കുക. ഇപ്പോൾ സ്മോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സ്മോൾ ക്യൂ എന്താണ്? മൈനസ് 2y ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുക. പി ബൈ ക്യൂ എന്ന് പറയുന്നത് 2x ഡിവൈഡഡ് ബൈ മൈനസ് 2y. അപ്പോൾ മൈനസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എക്സ്. അപ്പോൾ ദാറ്റ് ഈസ് ക്യൂ എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ ഇസെഡ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് വൈ. ഇവിടെ അതുപോലെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. പിയും ക്യൂവും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ പി ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് വൈ. സ്മോൾ ക്യൂ ഈക്വൽ ടു സൈൻ വൈ ഇൻറ്റു എഫ് ഡാഷ് മൈനസ് സൈൻ വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് വൈ. രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പി ബൈ ക്യൂ ഈക്വൽ ടു കോസ് എക്സ് ബൈ മൈനസ് സൈൻ വൈ. അപ്പോൾ മൈനസ് പി സൈൻ വൈ ഈക്വൽ ടു ക്യൂ കോസ് എക്സ്. അപ്പോൾ ക്യൂ കോസ് എക്സ് പ്ലസ് പി സൈൻ വൈ ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ എക്സ് വൈ ഇസെഡ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. അപ്പോൾ ഇവിടെ ആദ്യം ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. പാർഷ്യലി വിത്ത് റെസ്പെക്ട് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ എക്സ് വൈ പി പ്ലസ് വൈ ഇസെഡ് എന്ന് പറയുന്നത് 5 ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് പി ആണ്. അപ്പോൾ ഇവിടെ നിന്നൊരു വൈ കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ വൈ ഇൻറ്റു എക്സ് പി പ്ലസ് ഇസെഡ് സീക്വൽ ടു 5 ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് പി. ഇനി വിത്ത് റെസ്പെക്ട് വൈയിലോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് വൈ ക്യൂ പ്ലസ് എക്സ് ഇസെഡ് സീക്വൽ ടു 5 ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ. അപ്പോൾ എക്സ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് ഇസെഡ് ഈക്വൽ ടു 5 ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ. ഇനി ആ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വൈ ഇൻറ്റു എക്സ് പി പ്ലസ് ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് ഇസെഡ് സീക്വൽ ടു 5 ഡാഷ് ഓഫ് 1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 5 ഡാഷ് ഓഫ് 1 പ്ലസ് ക്യൂ. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ വൈ ഇൻറ്റു എക്സ് പി പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ സീക്വൽ ടു എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് പി.